ഒരു ഡ്രൈവറാണെങ്കിലും കൂടി ചില പൊതുവിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ സംസാരിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞ് മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് 1-2 ദിവസമല്ല ഒഴിഞ്ഞു മാറാൻ പറ്റുള്ളൂ. നിരന്തരമാകുമ്പോൾ പിന്നെ എവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ ആ നിലക്ക് നിങ്ങൾ അന്വേഷിച്ച് ഇതിൽ വാട്സപ്പിലൊക്കെ യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ കിട്ടിയത്, ഇവിടെ അടുത്ത് കിട്ടിയതിപ്പോൾ വളാഞ്ചേരി അടുന്ന സ്ഥലത്താണ്. ഏതായാലും ഫസ്റ്റ് അന്വേഷിച്ചെത്തി. അൽഹംദുലില്ലാ ഇവിടെ എത്തി. വളരെ മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നാലും അത് വളരെ ഒരു ഉപകാരമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ആളുകൾക്കൊക്കെ താല്പര്യമുണ്ട് ഉള്ളിൽ. ഇത് പഠിക്കണം, നമുക്ക് 4 ആൾ കൂടുന്നിടത്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളിൽ താല്പര്യമുള്ള ആളുകളാണ് 80% ആളുകൾ. പക്ഷെ ആരും അത് മുന്നോട്ടിറങ്ങി ഇതുപോലത്തെ സംവിധാനങ്ങളും കണ്ടെത്തി മനസ്സിലാക്കാൻ ആളുകൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. കാരണം എപ്പോഴെങ്കിലേ കിട്ടുള്ള അവസരം, എന്നാലും കിട്ടുന്ന അവസരം ഉപയോഗിക്കണമെങ്കിൽ നമ്മളിങ്ങനത്തെ പ്രാക്ടീസൊക്കെ ചെയ്ത് പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉയർച്ചയ്ക്ക് എത്തുള്ളൂ. അല്ലാതെ ഏത് സമയത്തും നമ്മൾ നിന്ന സ്റ്റെപ്പിൽ തന്നെ ഉണ്ടാവും, മുകളിലോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രസംഗിക്കുന്ന ആളുകളെ ആണ് ആളുകൾ ആകർഷിക്കുക, അവരാണ് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. അതൊരു പ്രധാന പോയിൻ്റാണ്. വളരെ കുറച്ച് ആണെങ്കിലും നമുക്ക് ഒരു 10 ആളുകളിൽ നിന്ന് സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ സമയത്തൊക്കെ പറയാനുള്ളൂ. എന്നാലും ഇവിടെ എത്താൻ